ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, സിപിഐഎം സിന്ദാബാദ്, സിപിഐഎം സിന്ദാബാദ്, കർഷകധർമ്മ സിന്ദാബാദ്, കർഷകധർമ്മ സിന്ദാബാദ്. അരിയെവിടെ, ഗോതമ്പെവിടെ? അരിയെവിടെ, ഗോതമ്പെവിടെ? പറയൂ പറയൂ സർക്കാരേ, പറയൂ സർക്കാരേ, പറയൂ പറയൂ സർക്കാരേ, പറയൂ പറയൂ സർക്കാരേ. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്. ഒരു മണി അരി പോലും ഇല്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. നമ്മുടെ ഈ റേഷൻ കടയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അരിയില്ല, ഗോതമ്പ് പൊടിയില്ല, മണ്ണെണ്ണ നേരത്തെ തന്നെ ഇല്ലാതായിരിക്കുന്നു. അങ്ങനെ ഓരോരോ വസ്തുക്കളായി ഇല്ലാതായി. ഒരാളുടെ ഭക്ഷ്യ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളത് ഒരു സർക്കാർ ഉറപ്പാക്കേണ്ട അടിസ്ഥാനപരമായ മനുഷ്യാവകാശമാണെങ്കിൽ ആ മനുഷ്യാവകാശത്തിനെ ആറ്റപ്പാലത്തെ റേഷൻ കടകളിൽ നിന്നും ആ ഭക്ഷ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട്, അരിയുമായി ബന്ധപ്പെട്ട്, ഗോതമ്പ് പൊടിയുമായി ബന്ധപ്പെട്ട്, മണ്ണെണ്ണയുമായി ബന്ധപ്പെട്ട് സാധാരണക്കാരന്റെ അവകാശത്തെ ഇല്ലാതാക്കിയതാരാണ്? ഈ റേഷൻ കടയ്ക്ക് മുൻപിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം നമുക്ക് കേട്ടുകേൾവി പോലുമില്ല. കാരണം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, ഭരണം തുടങ്ങി കേവലം 60 ദിവസം പിന്നിടുമ്പോഴേക്കും നമ്മുടെ നാടിനകത്തെ റേഷൻ കടകളെല്ലാം കാലിയാകുന്നു. ഇത്ര ദിവസമാകുമ്പോഴേക്കും ഈ ചാലക്കുടിക്കകത്ത് ഒറ്റ റേഷൻ കടകളിലേക്ക് അരി എത്തിയിട്ടില്ല അല്ലെ? ഇപ്പോഴത്തെ ഈ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള MLA നേതൃത്വത്തിൽ അല്ലെ എന്താ ഉണ്ടായത്? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്താണ് ഉണ്ടായിട്ടുള്ളത്? ചാലക്കുടി MLA ബഹുമാനപ്പെട്ട സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ എന്താ ചെയ്തത്? സപ്ലൈ ഹൗസിൽ പോയി കോമാളിത്തരമല്ലേ കാട്ടിയത്? അതിന്റെ ഭാഗമായിട്ട് എങ്കിൽ തന്നെയും ഒരാഴ്ച പിന്നിട്ടു. ഈ ചാലക്കുടി മണ്ഡലത്തിനകത്തെ റേഷൻ കടകളിലേക്ക് ഒരു MLA പോയി ഇടപെട്ടതിന്റെ ഭാഗമായിട്ട് അരി എത്തിയതായി ഈ കൊരട്ടി പഞ്ചായത്തിൽ ഒരു റേഷൻ കടയിൽ പോലും അരി എത്തിയിട്ടില്ല. ചാലക്കുടിയുടെ ബഹുമാനപ്പെട്ട MLA എന്തിനാണ് ഇത്തരത്തിലൊരു നാടകം നടത്തിയത്? ഞങ്ങൾ ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു MLA ഫോൺ എടുത്ത് പറഞ്ഞാൽ പോലും നടക്കുന്ന ഈ നാട്ടിൽ ഉദ്യോഗസ്ഥന്റെ മെക്കിട്ട് കയറിയിട്ട് പോലും എന്തേ നമ്മുടെ നാടിനകത്തെ ഈ റേഷൻ കടയിലേക്ക് അരി എത്താൻ കഴിഞ്ഞിട്ടില്ല? ചാലക്കുടി MLA ബഹുമാനപ്പെട്ട സനീഷ് കുമാർ ജോസഫിനോടാണ് ഇടതുപക്ഷത്തിന്റെ ചോദ്യം. നമ്മുടെ ഈ പാവപ്പെട്ട നാട്ടിലെ റേഷൻ കടകളിലേക്ക് അരി എത്തിയണ്ടേ? എല്ലാ മാസം 10-ാം തീയതിക്ക് മുൻപ് അരി എത്തിയില്ലെങ്കിൽ ആ കരാറുകാരന് ഫൈൻ ഈടാക്കാനുള്ള നിയമമുള്ള നാടാണ് അല്ലെ? എന്താ എവിടെയെങ്കിലും എത്തിയിട്ടില്ലല്ലോ? കൊരട്ടിയില് ഒരു റേഷൻ കടയിലും എത്തിയിട്ടില്ല അരി. എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാൻ സാധിക്കും, ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രാഥമികമായ നീഡ്സ്, അതിലൊരു പ്രധാനപ്പെട്ട സംഭവമാണ് ഭക്ഷണം. കേരളത്തിൽ വിശാലമായിട്ടുള്ള ഒരു ഭക്ഷ്യവിതരണ സമ്പ്രദായമുണ്ട്. കാലങ്ങളായിട്ട് അതിൽ പരിഷ്കാരങ്ങൾ വരുന്നു, മറ്റു സംഭവങ്ങളെല്ലാം നടക്കുന്നു. പക്ഷേ ചാലക്കുടി താലൂക്കിൽ കുറേ ദിവസങ്ങളായിട്ട് അരി എത്തുന്നില്ല എന്നുള്ള വലിയ പരാതിയുണ്ട്. ചാലക്കുടി താലൂക്കിലെ പല പഞ്ചായത്തുകളിലും വരുന്ന റേഷൻ കടകളിൽ അരി വളരെ കമ്മിയാണ്. ഇതിനെ തുടർന്ന് ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഒരു 3-4 ദിവസങ്ങൾക്ക് മുൻപ് കൊമ്പിടിഞ്ഞാമക്കലുള്ള ഗോഡൌണിൽ അന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥരുമായിട്ട് വലിയ രൂക്ഷമായ രീതിയിൽ സംസാരിക്കുകയും ഇതിനൊരു പരിഹാരം കാണുന്ന രീതിയിൽ കളക്ടർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടെ എത്തി ഇതിനൊരു ഉടനെ പരിഹാരം കാണും എന്നുള്ള ഒരു കൃത്യമായ അറിയിപ്പ് കൊടുത്തിരുന്നു. പക്ഷേ എന്നിട്ടും ചാലക്കുടി താലൂക്കിലെ പല പഞ്ചായത്തുകളിലും ഈ അരി റേഷൻ കടകളിൽ എത്തിയിരുന്നില്ല. നമുക്കറിയാൻ സാധിക്കും, കൊരട്ടി ഗ്രാമപഞ്ചായത്തിലെ സാധാരണക്കാർ താമസിക്കുന്ന ഒരു പ്രദേശമാണ് ആറ്റപ്പാടം. ആറ്റപ്പാടത്തെ റേഷൻ കട, റെയിൽവേ ഗേറ്റിനോട് ചേർന്നുള്ള ആ റേഷൻ കടയിൽ ഇന്നലെ വരെ അവിടെ ഉണ്ടായിരുന്ന അരിച്ചാക്കുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതപ്പെട്ടു പോകും. ഞാൻ അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇതുവരെ അരി വന്നിട്ടില്ല എന്നാണ് ഇന്നലെ വരെ പറഞ്ഞത്. ഇതിനെ തുടർന്ന് അവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനമായ CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സമരത്തിലേക്ക് നീങ്ങി. ഇന്നലെ അവരുടെ മുദ്രാവാക്യങ്ങൾ അരി എവിടെ, ഗോതമ്പ് എവിടെ, ഞങ്ങളുടെ ഈ റേഷൻ കടയിൽ എവിടെ അരി എന്നുള്ള വലിയ മുദ്രാവാക്യങ്ങളാണ് ഉയർന്നത്. നാട്ടിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഇതുപോലെ രാഷ്ട്രീയ സംവിധാനങ്ങൾ ഇടപെടുമ്പോൾ അതിൽ മാറ്റങ്ങളുണ്ടാകുന്നു. ഒരു സമരം കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. ഇന്ന് കാലത്തോടുകൂടി ആറ്റപ്പാടം റേഷൻ കടയിൽ അരി വന്നു. ആളുകൾക്ക് വളരെ സന്തോഷകരമായി. തീർച്ചയായിട്ടും നമ്മുടെ ഈ റേഷൻ കട അരി സംവിധാനം, അത് ആ സംവിധാനത്തിൽ വരുന്ന പാളിച്ചകൾ പരിഹരിക്കാൻ മന്ത്രിതലത്തിലുള്ള ഇടപെടലുകൾ ഇന്ന് ആവശ്യമായി തീർന്നിരിക്കുന്നു. ഇവിടെ ഒരു കരാറുകാരനാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഒപ്പിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ചാലക്കുടി താലൂക്ക്, അതുപോലെ കൊടുങ്ങല്ലൂർ, അതുപോലെ തന്നെ തൃശ്ശൂരിലെ മറ്റ് താലൂക്കുകളൊക്കെ മുഴുവനായിട്ടും അരി കൊണ്ടുപോകുന്നതിൻ്റെ ചുമതല ഏറ്റെടുക്കുകയും ആ ചുമതല ഏറ്റെടുത്ത് അതിന് പറ്റുന്ന വാഹനങ്ങൾ ഇല്ലാതിരിക്കുകയും എന്നാൽ വാടകയ്ക്കും മറ്റും വാഹനങ്ങൾ എടുക്കാതിരിക്കുകയും ഇനി എടുത്ത വാഹനങ്ങൾക്ക് വാടക കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു കരാറുകാരനെ എന്തിനാണ് വേണ്ടത്? ശക്തമായ നടപടി ആവശ്യമാണ്. ഇതുപോലുള്ള നാട്ടിലെ വിഷയങ്ങളിൽ ഇടപെടുന്ന രാഷ്ട്രീയ സംവിധാനങ്ങൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ നമ്മുടെ ഭക്ഷ്യ മേഖലയെ സംരക്ഷിക്കുവാനും ഭക്ഷ്യവിതരണ മേഖലയിൽ വരുന്ന പാളിച്ചകൾ കൃത്യമായി തുറന്നു കാണിക്കാനുമുള്ള ഇടപെടലുകൾ ഇനിയുണ്ടാവട്ടെ. ആറ്റപ്പാടത്തെ റേഷൻ കടയുടെ മുന്നിൽ ഇന്നലെ നടത്തിയ സമരം, അത് ആ സമരത്തിൽ പങ്കെടുത്ത അവിടുത്തെ പ്രവർത്തകരും നാട്ടുകാരും അരി കിട്ടാതിരിക്കുക എന്നുള്ളൊരു വലിയ വിഷമത്തിന് മുന്നിലാണ് അവർ കൈകോർത്തത്. ഇന്ന് അരി വന്നു, റേഷൻ കടയിൽ അരി എത്തിച്ചേർന്നിരിക്കുന്നു. ഇവിടെ മാത്രമല്ല, മറ്റു പല സ്ഥലങ്ങളിലും റേഷൻ കടയിലേക്ക് അരികൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. MLA സനീഷ് കുമാർ ജോസഫ് നടത്തിയ അന്നത്തെ ഒരു ഇടപെടൽ തീർച്ചയായിട്ടും സ്വാഗതാർഹമായിരുന്നു. പക്ഷേ കൊരട്ടി പഞ്ചായത്ത് പോലുള്ള സ്ഥലങ്ങളിലേക്ക് അപ്പോഴും ഒരാഴ്ച കഴിഞ്ഞിട്ടും അരി എത്തിയിരുന്നില്ല. ഇന്ന് അതിനൊരു പരിഹാരം ഉണ്ടായിരിക്കുന്നു. CPM-ന്റെ ബ്രാഞ്ച് തലത്തിൽ നടത്തിയ ഒരു സമരം ഇന്നലെ ആറ്റപ്പാടം റേഷൻ കടയുടെ മുന്നിൽ നടന്നു. വാർഡ് മെമ്പറും CPM നേതാവുമായിട്ടുള്ള ജയരാജ് സമരം ഉദ്ഘാടനം ചെയ്തു.